ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. തിക്കാവുന്ന അനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ അങ്ങ് തിക്കായതിന് ശേഷം പിന്നെ അത് മെൽറ്റായി കിട്ടും. പാലും പഞ്ചസാരയും നല്ലതുപോലെ ഉരുകി വരും. ഇതുപോലെ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയിൽ മധുരം ഉണ്ടായതുകൊണ്ട് പഞ്ചസാരയും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉരുകി കിട്ടും. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ലൂസായി വന്നതിന് ശേഷം ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിയിൽ തന്നെ മിൽക്ക് പേട വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നീക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പരത്തി വയ്ക്കാം. ഇതുപോലെ നല്ലതുപോലെ പരത്തി വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുഴച്ചെടുത്തതിന് ശേഷം 2 കൈപ്പത്തിയിലും നെയ്യ് തടവി കൊടുക്കാം. നല്ലതുപോലെ നെയ്യ് തടവിയതിന് ശേഷം ഒരു ചെറിയ പിടിയായിട്ട് എടുത്ത് കൈയുടെ വെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തള്ളവിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതിലേക്ക് കാഷ്യൂനട്ടും ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് അലങ്കരിക്കാം. വളരെ ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ കമൻസ് അറിയിക്കുക. ഇനി മുതൽ മിൽക്ക് പേട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.